പത്തരമാറ്റി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും നവ്യയും പായസവും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുടിക്കുക കേട്ടോ. കുടിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ആരും നിൽക്കുന്നുണ്ട്, അനാമിക അവിടെ ഒളിച്ചിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പത്തേനും നമ്മുടെ നയന പറയുന്നുണ്ട്, ചേച്ചി പായസം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുക കേട്ടോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, അവര് അമ്പലത്തിൽ പോയി മാലയിട്ടിട്ട് വരുമല്ലേ, അപ്പത്തേനും ഇന്ന് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയെന്ന് പറയുക. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതെന്തായാലും കാണാനുണ്ടെന്ന് പറയുക. എന്നിട്ട് മധുരമൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പത്തേന് എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടെന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പാല് കുറച്ച് കൂടുതലൊക്കെ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യവും മാല ഇട്ടില്ല, ഈ പ്രാവശ്യവും മലയ്ക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, അതിനെന്താ, അത് നികത്താനായിട്ട് ഇവർ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും അനാമിക ഇങ്ങനെ പറയൂ കേട്ടോ, നികത്തും അവളെ വയറ്റിലുള്ള കുഞ്ഞങ്ങ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുക. പറഞ്ഞിട്ട് നേരെ പോകുന്നത് അനാമികയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ അനാമികയുടെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, ഈ അനന്തപുരി തറവാടിൽ ഈ ജലജയ്ക്ക് അനന്തപുരി തറവാട്ടിലുള്ളവർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജലജയെ പോലെ ഒരാൾ നമ്മളെ കൂടെ ഉള്ളത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ ഇവര് ഈ കുടുംബത്തിലുള്ളതല്ലല്ലോ, ഇവര് ദത്തെടുത്തതല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വരുന്നുണ്ട്. അപ്പം അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ എന്ന് ചോദിക്കുക. അപ്പത്തേന് അവർ രണ്ടുപേരും പായസം കുടിച്ചുകൊണ്ടിരിക്കുക, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടെ. ഉടനെ അനാമികയുടെ അച്ഛനാണെങ്കിൽ വയറ്റിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വയറൊക്കെ ഉരുണ്ട് കയറും പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും ഞാനും പായസം കുടിച്ചതാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഉടനെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, പ്രശ്നമായെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നിന്ന് ഞാനാണ് നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഇതെന്താ പറ്റിയത്? അപ്പത്തേനും പറ്റിയത് വേറെ ഒന്നുമില്ല, നമുക്കാ പറ്റിയത്, അത് സാധനം മാറിപ്പോയി എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഉടനെ ബാത്റൂമിലോട്ട് ഒറ്റ ഓട്ടം കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ ബാത്റൂമിലോട്ട് ഓടിക്കൊണ്ട് നടക്കുക കേട്ടോ, അനാമികയുടെ അച്ഛനാണെങ്കിൽ. എന്നിട്ടാണെങ്കിൽ ജലജയാണെങ്കിൽ നേരെ നമ്മുടെ നവ്യ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ജലജ ഓടിക്കൊണ്ട് വന്ന സമയത്ത് നമ്മുടെ നവ്യയാണെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ട് അടച്ചു നിൽക്കുക കേട്ടോ. അപ്പത്തേന് കഥവ് തുറക്കടി എന്ന് പറയാ കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ, എനിക്കിപ്പോ തുറക്കാൻ പറ്റില്ല എന്ന് പറയാ. ഞങ്ങളുടെ ബാത്റൂമിൽ എന്തിനാ, നിങ്ങൾക്ക് നിങ്ങളെ ബാത്റൂമില്ലേ, അവിടെ പോണോന്ന് പറയാ. അപ്പത്തേന് അവിടെ മറ്റുള്ളവർ കയറി ഇരിക്കുവാന്ന് പറയാ കേട്ടോ. എന്നിട്ട് അവിടെ നിന്നും നമ്മുടെ ജലജയാണെങ്കിൽ ഓട്ടം. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അനാമികയുടെ അച്ഛനാണെങ്കിൽ ഓടി, എവിടെ പോകണം, അവർക്ക് സ്ഥലമൊന്നും അറിയത്തില്ലല്ലോ, എവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട്, ഇത് അനാമികയുടെ റൂമല്ലേ എന്ന് പറഞ്ഞ് അവിടെ പോയ സമയത്ത് കഥവ് തട്ടുന്ന അവിടെയാണെങ്കിൽ അനാമികയുടെ അമ്മ അകത്തിരിക്കുക. വേണുവേട്ട ഞാൻ അകത്തുണ്ടെന്ന് പറയട്ടെ. എന്നിട്ട് താഴെ നോക്കാന്ന് പറഞ്ഞ് താഴോട്ട് ഓടുന്ന സമയത്താണെങ്കിൽ അനാമിക മേളിലോട്ട് ഓടി വരിക. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യാന്ന് പറയാം. അപ്പത്തേനും പറയുന്നുണ്ട്, ഇതെന്താ പറ്റിയതാ, അച്ഛനെന്തോ ഇതിൽ വിഷമോ ചേർത്തതെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, വീര്യം കൂടിയത് വേണം നിങ്ങളല്ലേ പറഞ്ഞത്, അതാ വയറ്റിനുള്ളിൽ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് ഓടുക കേട്ടോ, ബാത്റൂം എവിടെയെന്ന് നോക്കിയിട്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കണ്ട് ചിരിച്ച് നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനും കൂടെ പായസം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പായസം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പത്തേനും മുത്തശ്ശി പറയുന്നുണ്ട്, അതാണ് നല്ല പായസം, അതാണ് ഞാൻ ഇവിടെ പറയുന്നത്, നയനമോൾ ഉണ്ടാക്കുന്ന പായസം അമ്പലപ്പുഴ പായൽ പായസം പോലെ ഇരിക്കുവാന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ പറയുന്നത്, പക്ഷെ ഈ വീട്ടിലുള്ളവർക്ക് ചിലർക്കൊന്നും പിടിക്കില്ല എന്ന് പറയാട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, സത്യം പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജലജ ഓടിക്കൊണ്ട് അവിടെ വരിക കേട്ടോ. സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാത്റൂമിന്റെ അകത്ത് ഓടിക്കയറുവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ മുത്തശ്ശി പറയുന്നുണ്ട്, അത് വയറ്റിന് ശരിയല്ലായിരിക്കും, ആഹാരം എല്ലാവരും കൂടെ കഴിക്കുന്നത് പോയിട്ട് അവക്ക് കട്ട് തിന്നണ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും വയറ്റിന് കൊള്ളാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് വയറ് കേടാവുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണവർക്ക് എന്നിങ്ങനെ പറഞ്ഞ് അവർ ചിരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഇവരാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി തളർന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നയന ഇതൊക്കെ കണ്ടിട്ട് ഓടട്ടെ ഓടട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പത്തേനും നമ്മുടെ നായന വന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നോക്കിയിട്ട് നമ്മുടെ നവ്യയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ചിരിക്കുന്നേ? അല്ല, നീ കണ്ടില്ലായിരുന്നു അവരെ കിടന്ന് ഓടണ ഓട്ടം? അതാണ് ആലോചിക്കുന്നത്. നമ്മൾ പായസം കുടിച്ചതല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും കുഴപ്പമുള്ളവർക്കല്ലേ കുഴപ്പം വരുള്ളൂ. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ നിനക്കറിയാമോ, നയനയുടെ അനാമികയും അമ്മയും കൂടെ അവിടെ നിന്നിട്ട് നിങ്ങൾ ആദർശനേട്ടനെ കൊണ്ട് മലയ്ക്ക് മാലയിട്ടത് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് അട്ടഹസിച്ച് ഉല്ലസിച്ചിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്നത് തന്നെയാ. രണ്ടുപേരും കൂടെ കൈ കൊടുത്ത് സന്തോഷം പങ്കിടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന്. അപ്പത്തേനും ചേച്ചി എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല, അവരവൻ കുഴിച്ച കുഴിയിൽ അവരവർ തന്നെ വീണത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ലേ ചേച്ചി, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നവ്യ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ പായസം അവര് രണ്ടുപേരും അനാമികയുടെ അമ്മ പായസത്തിൽ പൊടിയിടുന്നതും അത് മാറ്റി പൊടി ഇട്ടിട്ട് വേറൊരു പാത്രത്തിൽ പായസം മാറ്റി വെക്കുന്നത് എല്ലാം നമ്മുടെ നയന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും പോയപ്പോഴത്തേനും നമ്മുടെ നയന പറയുന്നുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് അടുക്കളയിൽ പോയിട്ട് ആ പായസം മാറ്റിയതിന് ശേഷം ഈ പൊടിയിട്ട പായസം എടുത്ത് അവര് മാറ്റി വെച്ച പായസത്തിൽ ഈ പായസം വെക്കുക കേട്ടോ. എന്നിട്ട് നല്ല പായസം എടുത്ത് നമ്മുടെ നയന അതിൽ വെക്കുക കേട്ടോ. അങ്ങനെ വെക്കുവാന്ന് നമ്മുടെ നയനയോട് നവ്യ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് കാര്യമെന്ന്. അപ്പത്തേനും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്നാലും ചേച്ചി, എന്നാലും അവർക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? മുത്തശ്ശിയും അതുപോലെ തന്നെ ചേച്ചിയുടെ കാര്യമൊക്കെ ഒന്ന് അവർക്ക് ആലോചിച്ചുകൂടായിരുന്നോ? അപ്പത്തേനും നമ്മുടെ നവ്യ പറയുന്നത്, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന കാര്യം പോലും അവർ ചിന്തിച്ചില്ല എന്ന് പറയാട്ടാ. അപ്പം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അവര് കാണിക്കുമോ? അപ്പത്തേനും ഇവര് ഇതും കാണിക്കും, ഇതിന്റെ അപ്പുറം കാണിക്കുമോ? നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അവരെ ഒരിക്കലും നീ വിശ്വസിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ഇങ്ങനെ ഈ ടൈപ്പാണോ? ആണുങ്ങൾ ഇങ്ങനെ ആയ കുറച്ച് കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ വീട്ടില് ആണുങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് അഭിയാണ്. മറ്റുള്ളവരൊക്കെ ഈ വീട്ടിലെ എല്ലാവരും നല്ല മാത്രം ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും കള്ളത്തരം കാണിക്കുന്നവർ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. എല്ലാവരും 40 വട്ടം പറയുമല്ലോ, നമ്മൾ വളഞ്ഞ വഴിക്കൂടെയാണ് ഈ വീട്ടിലെ മരുമകളായെന്ന് പറയാറുണ്ടല്ലോ എന്ന് നവ്യ പറയുന്നുണ്ട്. അതിനേക്കാളും വളഞ്ഞ വഴിക്ക് ഈ വീട്ടിൽ കയറി പറ്റിയതാണ് അനാമിക എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ചേച്ചി പറഞ്ഞ 100% ശരിയാ. അനിയോട് ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാട്ടാ. എന്നിട്ട് അത് മാത്രമില്ല, അവർക്ക് ഇവിടെ ഒരു കാർ കൊണ്ടുവന്നില്ലേ, ആ കാർ ഇപ്പൊ എന്ത് ചെയ്ത്? അത് പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ മുത്തശ്ശൻ പറഞ്ഞാലും ഇവിടെ കാർ ഇടാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു എന്ന് പറയാം. അപ്പൊ നവ്യ പറയുന്നു, അത് അവരെ ഭാഗ്യം, അവര് ആ കാർ എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ട് വന്നതായിരിക്കും, ഇവിടെ പൊങ്ങച്ച് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പത്തേനും അവരിങ്ങനെയൊക്കെ ചെയ്യുമോ? അവരിതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, അവരല്ലേ ഇടയ്ക്കിടയ്ക്ക് വസ്തു ഭാഗം വെക്കുന്ന കാര്യം സംസാരിക്കാറുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നയന പറയുന്നുണ്ട്, എനിക്ക് ആ മാല മോഷണം പോയപ്പോ എനിക്ക് അവര് സംശയം തോന്നിയാണ് അവളെ അമ്മേനെയും എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും നമ്മുടെ നവ്യ പറയുന്ന, ആ മാലയുടെ കാര്യത്തില് ആരെടുത്തെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പത്തേനും നയന പറയുന്നുണ്ട്, അത് ആദർശിട്ട് എന്തായാലും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോ അതിനൊന്നും ആദർശേട്ടന് സമയം കിട്ടില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തായാലും സത്യം നമ്മുടെ ഭാഗത്താണ്. ഭഗവാൻ എന്തായാലും അതാര് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ കൊണ്ട് കാണിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കേട്ടോണ്ട് ജലജ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ജലജ എടുത്ത് നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ആയോ? വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലീൻ ആവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയും, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം കേട്ടാ. അപ്പത്തേനും പറയുന്നു, ഇത് എന്നെ മാത്രമില്ല, അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ നിങ്ങൾ ഇട്ട് ഓട്ടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, ഓടട്ടെ, ഇനിയും അവർ ഓടട്ടെ, എന്തായാലും അടുത്ത ഒളിമ്പിക്സിൽ അവർക്ക് പങ്കെടുക്കാം. ഒളിമ്പിക്സിൽ ആർക്ക് സ്വർണം കിട്ടിയിട്ടല്ലോ, അങ്ങനെയെങ്കിൽ അവർക്ക് സ്വർണം
സ്വർണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യാണെങ്കിൽ കളിയാക്കിയിട്ട് പോവാട്ടോ. അപ്പൊ നയനയോട് ജലജ പറയുന്നുണ്ട്, എന്നാൽ ഇങ്ങനത്തെ ഒരു ചതി നീ കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും നയന പറയുന്നത്, ചതി ഞങ്ങളല്ല കാണിച്ചത്, ചതി കാണിച്ചവർക്ക് അത് തിരിച്ചടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവുന്നുണ്ട് കേട്ടോ. പോയതിനു ശേഷം നമ്മുടെ നവ്യാണെങ്കിലും ഇതൊക്കെ കണ്ട് രസിച്ച് അവിടെ ബുക്ക് വായിച്ചിരിക്കുക സമയത്താണെങ്കിൽ ഈ അനാമികയാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി തളർന്നിങ്ങനെ വരുവാട്ടോ. ദേഹമൊക്കെ താഴ്ന്നിട്ട് വയ്യ, ശരീരത്തിൽ ഒരു തുള്ളി ജലാംശം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നയൻ ഇങ്ങനെ നോക്കി ചിരിക്കുന്നത് അനാമിക കാണും കേട്ടോ. അനാമിക ദേഷ്യം വരെ. എന്നിട്ട് അനാമികയാണെങ്കിൽ നയനയുടെ അടുത്ത് പോയിട്ട് നവ്യയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എന്തിനാടി നീ ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പായസം ഉണ്ടാക്കി അവള് നീയും കൂടെ ചേർന്നല്ലേ പണി പറ്റിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, അവളെ കുറ്റമൊന്നും പറയണ്ട, അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്ന് പറയാ. അപ്പൊ നീയാണോ എല്ലാം ചെയ്തതെന്ന് ചോദിക്കാട്ടോ അനാമിക. അപ്പത്തേനും പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, നിന്റെ അമ്മ തന്നെ ആ പായസത്തിൽ പൊടി ഇട്ടത്, കൂടെ നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും അനാമിക ഇത് ചിലപ്പോ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും അത് പക്ഷെ കുടിച്ചത് നിങ്ങളായിപ്പോയി, അതാണ് സത്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഞങ്ങൾ അതിലൊന്നും മിക്സ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, പിന്നെന്തോ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ ആ പൊടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നീ നിന്റെ അനിയത്തി കൂടെ മനഃപൂർവ്വം ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിലെന്തോ പൊടി ചേർത്തതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, അതൊക്കെ നീയും നിന്റെ അമ്മയൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇതിന് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് നോക്കിയോ, ഇല്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിക്കോന്ന് പറയാട്ടാ. പേര് മാറ്റുവാണെങ്കിൽ അത് എന്നൊന്ന് അറിയിക്കണം കേട്ടോ എന്നൊക്കെ പറയാ കേട്ടോ. എന്നാ ആ പേരിട്ട് തന്നെ വിളിക്കാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നീ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നീ ഈ പ്രവൃത്തി ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പത്തേന് പറയും, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ നീ പറയല്ലേ എന്ന് പറയാട്ടാ. അപ്പത്തേന് നിനക്ക് കാണിച്ചു തരാൻ നോക്കിയോ ഞാൻ ഇതിനൊക്കെ എന്ന് പറയാട്ടാ. അപ്പത്തേനും പറയും, നീ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല, നീ നിന്റെ വീട്ടിലെ താഴെ രണ്ടുപേരും ഇരിക്കണല്ലോ, നിന്റെ അച്ഛനും അമ്മയും, അവർക്ക് നീ കാണിച്ചു കൊടുത്താൽ മതി, എനിക്ക് കാണിച്ചു തരണ്ടെന്ന് പറയട്ടാ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും പറയും, നിനക്ക് ദേഷ്യം കൂടണം, എന്നാലല്ലേ ഒരു രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അനാമികയെ ചൂട് പിടിപ്പിക്കുക കേട്ടോ. നവ്യ കണക്കിനിട്ട് അനാമിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണക്കിന് കിട്ടിയ അനാമിക ഇങ്ങനെ പോണുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നവ്യയാണെങ്കിൽ ഇതൊക്കെ കണ്ടങ്ങ് ചിരിച്ച് സന്തോഷിച്ചിരിക്കുക കേട്ടോ. എന്തായാലും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയല്ലേ, ശിവാലയ ഓട്ടം ഓടണം, 18 അടവും പയറ്റി നിക്കണയില്ലേ അനാമിക, അവക്കിട്ട് കൊടുത്തത് നന്നായെന്ന രീതിയിൽ ഞങ്ങളുടെ നമ്മുടെ നയനെ ഇങ്ങനെ ചിരിച്ച് ഉല്ലസിക്കാട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വിളിക്കുന്നുണ്ട്, നമ്മുടെ നന്ദു വിളിക്കുക കേട്ടോ. നന്ദു വിളിച്ചിട്ട് ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടന് നയനയും ടൂറിന് പോയതിന്റെ സന്തോഷത്തിൽ അവരെ കുറിച്ച് അറിയാൻ വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുക കേട്ടോ. എടുത്തിട്ട് പറയുന്നുണ്ട്, അവരൊക്കെ പുലർച്ചെ പോയോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ ചേച്ചിയാണെങ്കിൽ രാവിലെ ആയാലേ ചേച്ചി എഴുന്നേക്കുള്ളൂ, അവരെവിടെ പോയെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ആദർശേട്ടൻ നയനേച്ചി ആദർശേട്ടനെ ഇങ്ങനെ മാറ്റിയെടുത്തത്, അതുപോലെ അവിടെ ഉണ്ടല്ലോ ഒരു അസുരവിത്തിനെ, അതുപോലെ ഇതുപോലെ മാറ്റിയെടുത്തൂടെ എന്ന് പറയുന്നുണ്ട്. അതിന് ഇവിടെ മറ്റു ചിലരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പത്തേന് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇതിനെക്കാട്ടും നയനേച്ചിയുടെ അമ്മായിയമ്മയാണ് ചേച്ചിയുടെ അമ്മായിയമ്മയെക്കാളും ഭയങ്കരം. എന്നിട്ട് പോലും നമ്മുടെ ആദർശേട്ടനാണെങ്കിൽ അതൊക്കെ അവരെ മറന്നിട്ട് നയനേച്ചിയെ സ്നേഹിക്കുന്നില്ലേ, അപ്പൊ ചേച്ചിക്ക് മാറ്റിയെടുത്തൂടെ, എന്നിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവരെവിടെ പോയെന്നൊക്കെ അറിയാമോ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പത്തേനും പറയുന്നുണ്ട്, അത് പിന്നെ അവള് നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമായിരിക്കും, അവള് നിന്നെ വിളിക്കും, അവള് പറയൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ. അപ്പത്തേനും ഇതൊക്കെ കേട്ടിട്ട് നയനയുടെ അച്ഛൻ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പത്തേനും നന്ദു അച്ഛനോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തോ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു, ഒരു സന്തോഷമില്ലാത്ത പോലെ. അപ്പത്തേനും പറയുന്നത്, നീ അങ്ങനത്തെ രീതിയിലല്ലേ സംസാരിച്ചത്, നയനയും ആദർശം ഇങ്ങനെ ടൂറിന് പോയതല്ലേ, അഭിയാണെങ്കിൽ അവളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഒന്നാമത് അവള് ഗർഭിണിയായിട്ടിരിക്കുകയില്ലേ, അപ്പൊ നീ മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷയം വരത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പത്തേനും നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, അബിയുടെ സ്വഭാവത്തിന് ഇനി ഒരു മാറ്റം വരത്തില്ല അച്ഛാ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പത്തേനും പറയുന്നുണ്ട്, അത് എങ്ങനെ മാറാൻ, ആ കുടുംബത്തിലുള്ളതല്ല, അച്ഛനും അമ്മയും നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ മക്കൾക്ക് കിട്ടുള്ളൂ. പക്ഷെ അവരാണെങ്കിൽ ആ ജലജ എന്ന് പറയുന്നത് അവരെ ദത്തെടുത്തതല്ലേ, അപ്പത്തേനും അങ്ങനത്തെ സ്വഭാവമേ കാണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിഗ്രഹങ്ങളൊക്കെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി
ഉണ്ടാക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ 3 മക്കൾക്കും നല്ലൊരു ജീവിതം കിട്ടുന്നത് കണ്ടതിന് ശേഷം എന്നെ ദൈവം മുകളിലോട്ട് എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഏക ഒരു ആശ്വാസം എന്തായാലും നയനയും ആദർശും ഉള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. അവള് അഭി ഇത്രയും സ്നേഹക്കുറവുണ്ടെങ്കിൽ അവളെ നോക്കിക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട് ആരൊക്കെ നോക്കിയാലും സ്വന്തം ഭർത്താവല്ലേ കുഞ്ഞിനെയും ചേച്ചിനെയൊക്കെ നോക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ആദർശ് മോന്റെയും നയന മോന്റെയും ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യയുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇനി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.